നല്ല മോശം സിനിമ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ലാലേട്ടൻ എൻട്രിക്ക് തിയേറ്റർ കുലുങ്ങുന്നു പറഞ്ഞില്ല. മാസാണോ ഓപ്പാണ് അവാർഡ് പടം. അയോധ്യയിൽ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ക്ഷണം കിട്ടിയിട്ടും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന മോഹൻലാൽ അതിനെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടില്ലല്ലോ എന്ന വിഷമം കൊണ്ട് തീർച്ചയായും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ തന്നെയാണ് ആദ്യ ഷോ കാണാൻ വാലിബന് പോയത്. പക്ഷേ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒരു പോസിറ്റീവ് പോലും പറയാനാവാത്ത വിധം വെറും മലക്കോട്ടയായി പോയത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ രാമദണ്ഡനയാണെന്നേ പറയാൻ പറ്റൂ. അല്ലാതെ മോഹൻലാൽ പോലെ ഒരു താരരാജാവിൻ്റെ സിനിമ കേവലം എന്തെങ്കിലും എതിർപ്പിൻ്റെ പേരിൽ ആർക്കെങ്കിലും തകർക്കാൻ കഴിയില്ലല്ലോ. ബുദ്ധിജീവിയല്ല, ആവേശ കമ്മിറ്റിയുമല്ലാത്ത കോമൺ സെൻസുള്ള ഒരു കൂട്ടം സംഖ്യകളുണ്ട്. അവർ തീരുമാനിച്ച ഒരു കാര്യവും വൃഥാവിലായിട്ടില്ല. കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ സിനിമയായാലും അവർ വിചാരിച്ചാൽ വിജയിപ്പിക്കും. എത്ര ക്വാളിറ്റിയുള്ള ടീമുണ്ടാക്കുന്ന സിനിമയായാലും തകർക്കുകയും ചെയ്യും. അതിനുദാഹരണമാണ് അലി അക്ബറിൻ്റെ 1921 എന്ന സിനിമ ക്വാളിറ്റി മോശമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചില്ലറത്തുട്ടുകൾ കൂട്ടി സ്വരൂപിച്ച് ഒരുപാട് പാവങ്ങൾ ഈ മലയാള നാട്ടിൽ ആ സിനിമ തിയേറ്ററിൽ കണ്ട് വിജയിപ്പിച്ചത്. ഇത്തവണ പക്ഷേ സംഘികളുടെ തന്നെ ഔദ്യോഗിക പക്ഷം എന്ന് പറയാവുന്ന ഒരു കൂട്ടരും ലാലേട്ടനൊപ്പം തന്നെയായിരുന്നു. അതുകൊണ്ട് ധർമ്മപക്ഷത്ത് സാക്ഷാൽ ഭഗവാൻ തന്നെ നിന്നു. ഫലം വാലിബൻ കാണികൾക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒരു പരാജയ സിനിമയായി ഉറപ്പിക്കുന്നു. പ്രമോഷൻ്റെ ഭാഗമായി ടിനു പാപ്പച്ചൻ പറഞ്ഞതുപോലെ ഇൻട്രോയിലെങ്കിലും ഞെട്ടിക്കുമെന്ന് കരുതി. അജഗജാന്തരം പോലൊരു സിനിമയെടുത്ത് കാണികളെ ത്രസിപ്പിച്ച ഒരാൾ പറയുമ്പോൾ അതൊക്കെ വിശ്വസിച്ച് ആദ്യ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന ആരാധകരെ കബളിപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് മാത്രമാണതെന്ന് സിനിമ കാണുന്ന ആർക്കും മനസ്സിലാകും. വേഗമേറിയ ഒരു ഷോട്ടായി കാണിച്ചാൽ ഒരുപക്ഷെ ഒരു മാസായി തോന്നുമായിരുന്നത് LJPയുടെ സ്ഥിരം സ്ലോ മോഷനാക്കി അതും നശിപ്പിച്ചു. മറ്റൊന്ന്, അദ്ദേഹം പ്രമോഷൻ വീഡിയോയിൽ പറഞ്ഞത് ലാലേട്ടൻ ഇൻട്രോയിൽ ഒരു ഐറ്റം കാണിക്കുന്നുണ്ട്, അത് ലിജോ ചേട്ടൻ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ലാലേട്ടൻ കയ്യിൽ നിന്നിട്ടതാണ്, അതുകൊണ്ടല്ലേ അദ്ദേഹം 35 വർഷമായി സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത് എന്നൊക്കെയാണ് പ്രമോഷൻ്റെ ഭാഗമായി പറഞ്ഞത്. ഇൻട്രോ സീനിൽ പുതുമയായി തോന്നുന്ന ഒരേയൊരു കാര്യം കാളവണ്ടിയിൽ നിന്നിറങ്ങുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം 2 കാലും വിരൽ കൊണ്ട് കുത്തി ഇറങ്ങുന്നു എന്നതാണ്. ക്യാമറ പിന്നിൽ വെച്ചെടുത്ത ആ ഷോട്ടൊക്കെ മോഹൻലാൽ കയ്യിൽ നിന്നിട്ടതാണ്, അതിശയമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് കാണികളെ പറ്റിക്കുന്നത്? ഇതിലും ഭേദമായിരുന്നു ഒടിയൻ എന്ന് തോന്നിപ്പോകുന്ന സിനിമയാണ് വാലിബൻ. ചുരുക്കി പറഞ്ഞാൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയിലെ ഉടുക്കുകൊട്ടുന്ന BGM ഇട്ടുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ലൈനിൽ ചെയ്തു വെച്ചൊരു ഒരിടത്തൊരു ഫയൽവാൻ സിനിമ. അത് പറയുമ്പോൾ പത്മരാജൻ്റെ നിലവാരമൊന്നും പ്രതീക്ഷിക്കരുത്, പിന്നെയും വിഷമമാകും. OTTയിൽ സിനിമ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ അർത്ഥമുള്ള ഡയറക്ടർ ബ്രില്യൻസ്, ക്ലാസ്, അടിച്ചമർത്തിയവരുടെ പക്ഷം, കറുത്തവരുടെ പക്ഷം പറഞ്ഞ സിനിമ, ട്രാൻസ്ജെൻഡറിന് പ്രാധാന്യം കൊടുത്ത സിനിമ എന്നൊക്കെ ബുദ്ധിജീവികൾക്ക് തള്ളിമറിക്കാൻ കഴിയുന്ന LJPയുടെ ഒരു ചലിക്കുന്ന നാടകം എന്ന് മാത്രമേ ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിനൊത്ത രീതിയിൽ നാടക ഡയലോഗ് ഡെലിവറിയുമായി മോഹൻലാലും നന്നായി വെറുപ്പിച്ചിട്ടുണ്ട്. സിനിമ വളരെ മോശമാണ് എന്നല്ല, ഫിലിം ഫെസ്റ്റിവലിന് അയക്കാൻ കൊള്ളാം. നിരൂപണം ചെയ്യുന്നവർക്കും സിനിമ പഠിക്കുന്നവർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. പക്ഷേ ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് നോക്കിയാൽ തീരെ രസിപ്പിക്കാത്ത ഒരു സമയം കൊല്ലിയായ അവാർഡ് സിനിമ. മറ്റൊരു കാര്യം, ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കൊണ്ടുപോലും ചില രംഗങ്ങളിൽ കൈയടിക്കുക എന്ന് പറഞ്ഞ് കൈയടിപ്പിക്കുകയാണ് സംവിധായകൻ. സിനിമയിലെ കഥാപാത്രങ്ങൾ നായകൻ്റെ മാസ് കണ്ട് വായും പിളർന്ന് അന്തം വിടുന്നതായി ചിത്രീകരിച്ച് വെക്കുന്നുമുണ്ട് സംവിധായകൻ. പക്ഷേ ഇതൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കണ്ട് ഫീൽ ചെയ്ത് പ്രേക്ഷകർ ചെയ്യേണ്ടതല്ലേ? അതിനുള്ള ഐറ്റമല്ലേ സ്ക്രീനിൽ വരേണ്ടത്? അതുപോലും മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് സിനിമ ഉണ്ടാക്കുന്നവർക്കോ അഭിനയിക്കുന്നവർക്കോ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? KGF, സലാർ, RRR, ജിഗർ തണ്ട, ക്യാപ്റ്റൻ മില്ലർ തുടങ്ങി അടുത്തിടെ ഇറങ്ങിയ ക്ലാസും മാസും തികഞ്ഞ സിനിമകൾ തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുമ്പോൾ വാലിബൻ തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് പണവും സമയവും നഷ്ടമെന്ന് ചുരുക്കം. ഇനി 2ാം ഭാഗവും ഉണ്ടെന്ന് പറഞ്ഞാണ് സിനിമ അവസാനിക്കുന്നത്. കാതിലെ കടുക്കം കണ്ടാൽ തന്നെ അച്ഛനും മകനുമാണെന്ന് പരസ്പരം മനസ്സിലാക്കാൻ പോകുന്നവർ തമ്മിൽ ഇനി എന്ത് യുദ്ധം ചെയ്യാനാണ്? എന്ന് മാത്രമല്ല, ഈ സിനിമയുടെ പരാജയം മനസ്സിലാക്കിയ മോഹൻലാൽ ഇനി 2ാം ഭാഗം ചിന്തിക്കുക പോലുമില്ല എന്ന് ഞാൻ ഗ്യാരണ്ടിയായി പറയുന്നു. അല്ലെങ്കിൽ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇറക്കിയേക്കാം. പക്ഷേ 1% പ്രേക്ഷകർ പോലും ഈ സിനിമയുടെ 2ാം ഭാഗം കാത്തിരിക്കില്ല എന്നുറപ്പാണ്. കാരണം അത്രയേ ഉള്ളൂ ഈ സിനിമ. ഇതര ഭാഷാ സിനിമകൾക്ക് വലിയ വിജയം ഉണ്ടാകുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. അവർ ബാഹുബലി, RRR, ക്യാപ്റ്റൻ മില്ലർ പോലെയുള്ള സിനിമകൾ പ്രഖ്യാപിക്കും മുതൽ റിലീസ് വരെ ആ സിനിമ മാത്രമായി കണ്ട് അതിലെ ഓരോ കഥാപാത്രങ്ങളും സംവിധായകരും ആ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ഓരോ സീനിനും ആ ക്വാളിറ്റി ഉറപ്പുവരുത്തും. ഇവിടെ വളരെ സീനിയർ ആയിട്ടുള്ള നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും പോലും ഒരേ സമയം 3-4 സിനിമകളിൽ അഭിനയിച്ച് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് തീർത്ത് തിയേറ്ററിലേക്ക് കുത്തിയിറക്കുകയാണ്. പ്രാക്ടീസോ റിഹേഴ്സലോ സിനിമയ്ക്ക് വേണ്ടിയുള്ള പഠനമോ കലാസംവിധാനമോ തയ്യാറെടുപ്പോ ഒന്നുമില്ല. അതിനൊരു അപവാദം പൃഥ്വിരാജ് മാത്രമാണ്. ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, അതിനേക്കാൾ ബ്ലസ്സി എന്ന സംവിധായകൻ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 12 വർഷമാണ് ആ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. അതിനൊക്കെ റിസൾട്ട് കിട്ടേണ്ടതാണ്. അതോടൊപ്പം രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാതെ നായകൻ നോക്കേണ്ടതും പ്രധാനമാണ്. ഇപ്പോൾ വാലിബൻ സിനിമ തന്നെ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോഹൻലാൽ പോയിരുന്നെങ്കിൽ കേരളത്തിലെ ഇടത് മുസ്ലിം സംഘങ്ങൾ വാലിബൻ സിനിമയ്ക്കെതിരെ ദുഷ്പ്രചരണം അടിച്ചിടുമായിരുന്നു. അപ്പോൾ പടം മോശമായാലും ആദ്യം പറഞ്ഞ പാവം സംഘികൾ
പണം കടം വാങ്ങിയായാലും തിയേറ്ററിൽ പോയി ഇതേ വാലിബൻ കണ്ട് കൈയടിച്ചേനെ, പ്രചരിപ്പിച്ചേനെ, ഒരുപക്ഷെ വിജയിപ്പിച്ചേനെ. പക്ഷേ സ്വാഭാവികമായി തന്നെ ഹിന്ദുവും സർവോപരി നായരുമായ മോഹൻലാൽ ഓൾറെഡി ഇടത് ലിബറൽ മുസ്ലിം പരിവർത്തിത ക്രൈസ്തവ കൂട്ടത്തിൻ്റെ ശത്രുവാണ്. അയോധ്യ ചടങ്ങിൽ പോകാതെ പാവം സംഘികളെയും മോഹൻലാൽ വെറുപ്പിച്ചു. ഇനി സംഘികളെ തോൽപ്പിക്കാൻ വേണ്ടി ഇതേ ഇടത് ലിബറൽ ജാതി മതക്കൂട്ടം ലാലേട്ടൻ്റെ സിനിമ പോയി കാണണം. ഒരിക്കലും പക്ഷേ അത് സംഭവിക്കാൻ പോകുന്നില്ല. കയ്യിൽ നിന്ന് പണം കൊടുത്ത് സംഘിയും നായരുമായ ലാലിനെ വിജയിപ്പിക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ലല്ലോ എന്നാവും അവർ തീരുമാനിക്കുക. ഫലം ലാലേട്ടൻ്റെ സ്വയംകൃതാനർത്ഥം വാലിബൻ സ്വാഹ. ഇനി അടുത്ത കാവലെ പാട്ട് മത്സരത്തിൽ കാണാം. ഇത് അവതാരമല്ല, ശരിക്കും ഒരു അപരാധം തന്നെ.